നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നത്തെ നമ്മളുടെ ചർച്ച ജോലി ചെയ്യുന്ന ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് രീതിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ജോലി എന്ന് പറയുമ്പോൾ ഒരു 9 to 5 അല്ലെങ്കിൽ 10 to 5 ഈ ഒരു സമയം നമ്മൾ നമ്മളുടെ എംപ്ലോയറിന് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പകരമായിട്ട് നമുക്ക് കൃത്യമായിട്ട് മാസാവസാനം സാലറി കിട്ടും. ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് ജോലി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ജോലി സമയം നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മളുടെ എംപ്ലോയറിന് കൊടുത്തിട്ടുള്ള ആ ഒരു വാക്ക് തെറ്റിക്കുക എന്നുള്ള വലിയൊരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിലൂടെ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ എംപ്ലോയറെ വഞ്ചിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഒരു ജോലിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയും ഈ ഒരു ജോലിയിൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുകയും എന്നാൽ ട്രേഡിങ്ങിലേക്ക് നമ്മൾ മാറ്റി വെച്ച സമയം പോരായ്മ വരികയും ട്രേഡിങ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുകയും ഈ രണ്ട് കാര്യവും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെട്ട ഏതാനും പേരെ എനിക്ക് നേരിട്ട് അറിയാം. അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് നമ്മൾ ഇൻട്രാഡേ പോലെയുള്ള ട്രേഡുകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നമുക്കും നമ്മളുടെ നിലവിലുള്ള ജോലിക്കും നല്ലത്. കാരണം നിലവിലുള്ള ജോലി എന്ന് പറയുന്നത് നമുക്കൊരു ഷുവർ ഷോർട്ടായിട്ടുള്ളൊരു ഇൻകമാണ്. അപ്പോൾ അതിന് ഭംഗം വരുത്തുന്ന യാതൊരു കാര്യങ്ങളും നമ്മൾ ചെയ്തുകൂടുക എന്നുള്ളതാണ് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം. അപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? വേറൊരു വശം, ഈ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ NSE തന്നെ നമ്മുടെ ട്രേഡിംഗ് അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു തീരുമാനം സജീവ പരിഗണനയിലാണ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് സമയം എന്ന് പറയുന്നത് 3:30 മണി വരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ 3:30 ശേഷം വൈകിട്ട് വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് NSE സജീവമായിട്ട് ഈ ചർച്ച ചെയ്യുന്നുണ്ട്. സെബി വളരെ അടുത്ത് തന്നെ ഇതിന് ഒരു പച്ചക്കൊടി വീശുമെന്നാണ് എല്ലാ ആളുകളും കരുതപ്പെടുന്നത്. അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രധാന വിഷയം ജോലി ചെയ്യുന്ന ആളുകൾ ഏത് രീതിയിലാണ് മാർക്കറ്റിനെ സമീപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് വരിക ഇക്വിറ്റി ബേസ് ആയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ടാണ്. ഇക്വിറ്റി ബേസ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പെട്ടെന്നൊരു ക്യാഷിന് ആവശ്യം വരുമ്പോൾ ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കൃത്യമായിട്ടുള്ളൊരു റിട്ടേണിലല്ല ഉള്ളതല്ല. അതായത് മാർക്കറ്റ് ആ ഒരു സമയത്ത് ഇടിവിലാണ് ഉള്ളതെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് തന്നെ പല രീതിയിലുണ്ട്. നമുക്കറിയാം, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് വിഭാഗമുണ്ട്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആ ഒരു തുക ഗവൺമെൻറ് കടപ്പത്രങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് മാർക്കറ്റിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ നമ്മളുടെ ഈ ഒരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAVനെ ബാധിക്കില്ല. അതുമാത്രമല്ല, വാർഷികാടിസ്ഥാനത്തിൽ 7 മുതൽ മുകളിലേക്കുള്ള റിട്ടേണും ഈ ഒരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇതിലെ റിട്ടേൺ മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വീണ്ടും റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് ഇതിൽ കോമ്പൗണ്ട് ഗ്രോത്തും നടക്കുന്നുണ്ട്. പല കമ്പനികൾക്കും, ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള പല മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്കും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഗിൽറ്റ് മ്യൂച്വൽ ഫണ്ടും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ ചെയ്യാവുന്നതാണുള്ളൂ. ഒരു പ്രത്യേക മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഞാനിപ്പോൾ വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നിഫ്റ്റി നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം 20% റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡെക്സാണ്, 50 കമ്പനികളുടെ സൂചികയാണ്. ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടുള്ള പേടിയുണ്ട് എങ്കിൽ ഈ നിഫ്റ്റിയുടെ ഉയർച്ചക്ക് അനുപാതികമായിട്ട് ഉയർന്നു പോകുന്ന ഒരു ETF ഫണ്ട് ഉണ്ട്. ETF ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഇത് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഫണ്ടാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്കറിയാം, ഒരു വർഷം മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു എക്സിറ്റ് ലോഡ് ഉണ്ട്.
എന്നാൽ മേൽപ്പറഞ്ഞ ETF എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഡിമാറ്റിൽ നിന്ന് വാങ്ങി വിൽപ്പന നടത്താനായിട്ട് പറ്റും. അതായത് ഇത് സജീവമായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫണ്ടാണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. നിഫ്റ്റി ബീസിൽ എന്താണ് സംഭവിക്കുന്നത്? നിഫ്റ്റിയിലുണ്ടാകുന്ന ഉയർച്ചയ്ക്ക് ആനുപാതികമായിട്ട് ഈ ഒരു നിഫ്റ്റി ബീസ് മൂവ് ചെയ്യും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി മുകളിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി ബീസ് മുകളിലേക്ക് പോകും, നിഫ്റ്റി ഇടിയുകയാണെങ്കിൽ നിഫ്റ്റി ബീസ് താഴേക്ക് ഇടിയും. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും വാങ്ങി വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. കാരണം ഇതൊരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഇതുപോലെയുള്ള മറ്റൊരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് ലിക്വിഡ് ബീസ് എന്ന് പറയുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് മാർക്കറ്റിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ ഇതിൻ്റെ വാല്യൂവിനെ വ്യത്യാസപ്പെടുത്തുന്നില്ല. എന്നാൽ ഇത് ഏകദേശം ഒരു 3 to 5% ഒരു റിട്ടേൺ നൽകും. ഇതൊരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഗണത്തിൽപ്പെടും. എന്നാൽ ഇതൊരു മ്യൂച്വൽ ഫണ്ട് അല്ല, നിഫ്റ്റി ബീസ് പോലെയുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. അപ്പോൾ ഇതിൻ്റെ വില എപ്പോഴും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ റിട്ടേൺ ഇവർ നമുക്ക് തരുന്നത് യൂണിറ്റ് ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 1000 യൂണിറ്റ് ലിക്വിഡ് ബീസ് വാങ്ങി നമ്മുടെ കൈവശം വെക്കുകയാണെങ്കിൽ ഇവർ ഈ ഒരു ഇൻട്രസ്റ്റ് 4 to 5% ഇൻട്രസ്റ്റിന് ആനുപാതികമായിട്ട് അവർ നമുക്ക് 1 യൂണിറ്റ് വെച്ച് തരും. മേ ബി ഒരു 4% ഒരു ആനുവൽ റിട്ടേൺ അനുസരിച്ച് 1000 യൂണിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി നമുക്ക് മേ ബി ഒരു 3 മുതൽ 4 യൂണിറ്റ് വരെ നമ്മുടെ ഡിമാറ്റിലേക്ക് വരും. നമുക്കത് അപ്പോൾ തന്നെ വിറ്റ് കാശാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളിൽ ആണ് നമ്മൾ ജോലിയുള്ള ആളുകൾ ആദ്യമേ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലും SIP പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അനുയോജ്യം തന്നെയാണ്. ഈ ഒരു വീഡിയോയുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് സമീപ ദിവസങ്ങളിൽ ഒരുപാട് പേര് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഓഫീസ് ടൈമിൽ എനിക്ക് ട്രേഡ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് ജോലി തന്നിട്ടുള്ള എംപ്ലോയറിൻ്റെ സമയമാണ് നമ്മൾ അപഹരിച്ചിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഫണ്ട് തീർച്ചയായിട്ടും അത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ജോലിയിൽ തുടരുമ്പോൾ ആ ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമുക്കും ഗുണം, എംപ്ലോയർക്കും ഗുണം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.